ജെൻസിയാണോ? ഞാൻ ഇവരുടെയൊക്കെ ഷോ ഇഷ്ടംപോലെ കണ്ടോണ്ടിരുന്ന ചെറുപ്പം വീട്ടുകാരുടെ കൂടെ നിന്ന്. പക്ഷെ അത് അന്ന് കണ്ടപ്പോ എനിക്ക് നല്ല ചിരി വന്നെങ്കിലും പക്ഷെ ഇന്നിപ്പോ കാണുമ്പോൾ എനിക്ക് ആ ചിരി വരണമെന്നില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറും. ആ കാഴ്ചപ്പാട് മാറുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാട്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട തമാശ വേണമെന്നല്ല ഇവിടെ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ കാലം അനുസരിച്ച് മാറിയില്ലേ? അല്ല, കാലം അനുസരിച്ച് മാറണമെന്നല്ല, കാലം മാറുന്നതനുസരിച്ച് തമാശയുടെ നിലവാരം മാറും, രീതി മാറും. അപ്പൊ ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഇത്തിരി ബോഡി ഷേമിങ്, റേസിസം അതൊക്കെ ഇടിയാണെങ്കിൽ അത്യാവശ്യം നല്ല ചിരിക്കും. ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞ പോലെ ഇതൊന്നും കണ്ട് കുടുംബക്കാരോട് ഇരിക്കുമ്പോൾ ചിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിരിച്ചെന്ന് വരും. അത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടണമെന്ന്. അപ്പം ഇതിപ്പോ എന്റെ ഇതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് കണ്ട ചിരിക്കും. ഇവരുടെ ഏതെങ്കിലും ചിരിച്ചു കുഴ മറിഞ്ഞു പോയ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അവന് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില്. നിങ്ങൾ ലക്കിയാ? ഞാൻ അതാണ് പറയാൻ പറ്റുന്നത്. ശശാങ്ക് എന്ത് പറയാൻ? നമ്മുടെ മോൻ പറഞ്ഞതുപോലെ മോന്റെ പേര് ചോദിക്കാം. മോന്റെ പേരെന്താ? അഡോൾഫ്. മോൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഉത്സവപ്പറമ്പിലേക്ക് ചെല്ലുമ്പോ പല കാറ്റഗറീസിലുള്ള ആൾക്കാരാണ്. ഏജന്റായിട്ടുള്ളവര്, അതേപോലെ ന്യൂജൻ പിള്ളേര്, അതേപോലെ സ്ത്രീകള്. അപ്പൊ പലരും പല രീതിയിലാണ്. ചിലർ ഫാമിലി ആയിട്ട് വരുന്നവര്. ഈ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേണ്ടി ഒരു രീതിയിൽ ഉണ്ടാവുന്ന ഒരു തമാശ ഉണ്ടാവും. ഇതേപോലെ ന്യൂജനായിട്ട് എല്ലാം അംഗീകരിക്കുന്ന ഇച്ചിരി നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. മനസ്സിലായല്ലോ പെരുമ്പാവൂരിന്. ഒരു പറമ്പിൽ നിൽക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തമാശകൾ. ഇപ്പൊ ചേട്ടൻ പറയുന്ന ചേട്ടന്റെ ഒരു സെൻസിലുള്ള തമാശ ചേട്ടൻ ഉൾക്കൊള്ളുന്നത് പോലെ ആയിരിക്കില്ല ആ സമൂഹത്തിലിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന അത്രയും ആൾക്കാർ. അപ്പൊ പല വിധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതിനെ എടുക്കുമ്പോ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരിലും ടച്ച് ചെയ്ത് പോകണം. അപ്പം ചിലപ്പോ മറ്റൊരു വിഭാഗം ചേട്ടന്റെ വിഭാഗത്തിൽപ്പെടുന്നവർക്കോ ആ ഒരു സെക്ഷൻ ആയിരിക്കും അവർക്ക് കൂടുതൽ. ഷൈൻ ചേച്ചിക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ അങ്ങനെ പല മെത്തേഡുകളിലൂടെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ്. ഇത് കേട്ടെ എനിക്ക് തോന്നണെന്നറിയോ, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കുടുംബത്തെ പേടിച്ചിട്ടാ ചിരിക്കാണ്ടിരിക്കണത്. അല്ലേ? ശരിയല്ലേ? കുടുംബത്തോടെ ഇരിക്കുമ്പോ നിങ്ങൾ ചിരിക്കാണ്ടിരിക്കണത്, മാറി നിന്നാ നിങ്ങൾ ചിരിക്കും. അല്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.